ശ്രീമതി ശാന്തകുമാരി കെ. സർ, തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഈ കേരളത്തിൽ മാന്യമായ ജോലിക്കും കൂലിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഉയർന്ന വേതനം, മിനിമം വേജസ് നൽകുന്ന സംസ്ഥാനമായി അഭിമാനത്തോടെ ഇന്ന് കേരളം മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഡീറെഗുലേഷൻ പോളിസി പ്രകാരം തൊഴിലാളികളുടെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് പ്രവൃത്തി സമയം, ഓവർ ടൈം വർദ്ധിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ നിയമങ്ങളോട് കേരള ഗവൺമെൻറ് യോജിക്കുന്നില്ല. കാരണം കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് സാർ പരിശോധിച്ച് നോക്കിയാൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഒരു സ്ഥലത്തുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. നിയമങ്ങൾക്കെല്ലാം വളരെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രൂപത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ തൊഴിലാളി സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പോലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, ജോലി ചെയ്യുന്നതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇപ്പം 4 കോഡുകളാണ് 4 നിയമങ്ങളാണ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളി പക്ഷ നിലപാട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ വ്യവസായത്തിനും വേണ്ട രൂപത്തിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായ രംഗത്തും നമ്മൾ നല്ല നിലയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. വ്യവസായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേ ഇല്ല.